വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഫൺ ഫാലിമി. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പാതിരാപ്പള്ളി പൂങ്കാവിലാണ്. സാധാരണ ഹസ്ബൻഡിന് പണി കൊടുക്കാൻ വേണ്ടി വൈഫാണ് നമ്മളെ വിളിക്കുക. എന്നാൽ ഇന്ന് മകന് പണി കൊടുക്കാൻ വേണ്ടി ഒരമ്മയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സോഫി ആൻറ്റിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആൻറ്റിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ആൻറ്റി എന്താണ് നമ്മളെ കോൺടാക്ട് ചെയ്തത് എന്നുള്ളതൊക്കെ ഒരു സസ്പെൻസാണ്. സോ നമുക്ക് പോയി നോക്കാം അല്ലേ. Shiggy bum bum boom. Hello. Hi Andy. ആദ്യം തന്നെ ഇതങ്ങ് തന്നേക്കല്ലേ. ഞങ്ങൾ വരും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന പ്രദേശത്തിൽ ഇതിപ്പോൾ എനിക്കൊരു കോമ്പറ്റീഷൻ ആയല്ലോ. എന്തൊക്കെയുണ്ട് ആൻറ്റി വിശേഷം? സുഖം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്വന്തം സോഫി ആൻറ്റി. സോഫി ആൻറ്റി വിളിച്ചിട്ടാണ് വന്നതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവരോട്. അപ്പോൾ ആൻറ്റി ഞങ്ങളെ കോൺടാക്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ്? മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പം മോന് ചെറിയൊരു പണി കൂടെ എന്റെ ഹസ്ബൻഡിനും മോന്റെ അച്ഛനും കൂടെ ഹസ്ബൻഡിന്, പക്ഷെ മെയിൻ ഫോക്കസ് മോനാന്ന് തോന്നുന്നു. അതെ അതെ അതെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി അയാളുടെ? 20-ാം തീയതി ആയിരുന്നു കല്യാണം. കുറച്ച് ദിവസം ആവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് നമ്മുടെ ന്യൂലി വെഡഡ് കപ്പിളിനെയും ആന്റിയുടെ ഹസ്ബൻഡിനെയും ഒക്കെ ഒന്ന് കണ്ട് വിശേഷമൊക്കെ അറിയാം അല്ലേ? അതെ അതെ. എന്നിട്ട് പണിയിലേക്കും കിടക്കാം. വാ. അപ്പോൾ ഞങ്ങൾ എന്താ വന്നത് എന്നുള്ള കാര്യം വഴിയെ ഞാൻ ചോദിക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. ആകെ ആൻറ്റി മാത്രമാണ് ഞാനിവിടെ പരിചയപ്പെട്ടത്. പേര് പറയാമോ അങ്കിളെ? പ്രകാശ്. പ്രകാശ്. അങ്കിൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ഓർക്കസ്ട്ര നടത്തുന്നത്, ക്ലാപ്സ് എന്നും പറഞ്ഞു. ഓക്കെ, ആർട്ടിസ്റ്റ് ആണല്ലേ. എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അങ്കിൾ വായിക്കുന്നത്? ഞാൻ ബേസ് ഗിറ്റാർ. ഗിറ്റാർ ആണല്ലേ. അപ്പൊ ബാക്കി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ? കുറച്ച് പേരൊക്കെ ഉണ്ട്. ഓക്കെ, പേര് പറയും. ഗോകുലിനെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടേണ്ടത്. കാരണം ആന്റിക്ക് ഏറ്റവും പണി കൊടുക്കാൻ താല്പര്യം ഗോകുലിനായിരുന്നു. അത് നമുക്ക് വഴിയേ പറയാം. ഗോകുൽ എന്താ ചെയ്യുന്നത്? ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. സൗദിയിലാണ്. പറയും. അഖില. അഖില എന്താ ചെയ്യുന്നത്? ഞാൻ ഇൻഫോ പാർക്കിലാണ് QA എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇന്ന് പോയില്ല, കല്യാണം കഴിഞ്ഞതിന്റെ ഒരു റെസ്റ്റ് ആണോ? ഡാൻസറും കൂടിയാണ്. ഓ, ഏത് ഫോമാ മോളെ? എല്ലാം ക്ലാസിക്കലാണ്. ഭരതനാട്യം, കുച്ചിപ്പുടി, അങ്ങനെ എല്ലാം ക്ലാസിക്കലാണ്. ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണല്ലേ. അപ്പൊ ന്യൂലി വെഡഡ് ആണല്ലോ. എങ്ങനെയുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അഖില ഇങ്ങോട്ടേക്ക് വന്നിട്ട്? ഇതൊരു വൈബ് ഫാമിലിയാണ്. ഇങ്ങോട്ടേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല രസമുണ്ട്. ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയോ ഇവിടെ? അതെല്ലാം അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആണോ? ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? ലവ് പ്ലസ് അറേഞ്ച്. ഒന്നിച്ച് പഠിച്ചതാണോ? ജൂനിയർ ആയിരുന്നല്ലേ. ലവ് സ്റ്റോറി ഒന്ന് ഷോർട്ടാക്കി പറയാൻ പറ്റുമോ? അങ്ങനെ വലിയ സ്റ്റോറി ആയിട്ടൊന്നും ഇല്ല. ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കോളേജിൽ നിന്ന് വന്ന ഒരു ദിവസം ഇങ്ങനെ അമ്മ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ മടി വന്ന് തലയിലൊക്കെ എണ്ണയൊക്കെ മസാജ് ചെയ്യും കോളേജിൽ നിന്ന് വരുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിരുന്ന സമയത്ത് അമ്മയ്ക്ക് എങ്ങനെയുള്ള കുട്ടിയെ ഇഷ്ടമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ അപ്പം ഞാനിങ്ങനെ പറയും നമ്മുടെ കൾച്ചറിലൊക്കെ വളരുന്നത് എനിക്ക് ഡാൻസറിനെ ഇഷ്ടമാണെന്നൊക്കെ പറയുമായിരുന്നു. നമ്മളിതൊന്നും അറിയുന്നില്ല. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കുട്ടിയാണ് സെലക്ട് ചെയ്തത്. നേരത്തെ വന്ന അമ്മയുടെ ഇഷ്ടം അറിഞ്ഞു. എന്നിട്ട് ഗോകുൽ എന്ത് ചെയ്തു? കോളേജിൽ പോയി നോക്കി അമ്മയുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന? ഞാൻ സെലക്ട് ചെയ്ത കുട്ടിക്ക് ഇതെല്ലാം. അപ്പം ബൈ ദ ബൈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് എത്താം. ഞങ്ങൾ എന്തിനാ വന്നതെന്ന് മനസ്സിലായോ? ഞങ്ങൾ ആക്ച്വലി സൂര്യ കോമഡി ഫൺ ഫാലിമി എന്ന് പറഞ്ഞൊരു ഷോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആന്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്നോട് പറഞ്ഞു അച്ഛൻ്റെ ക്ലാപ്സ് ഓർക്കസ്ട്രയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഓ, ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കുമല്ലോ അല്ലേ? അതെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ അങ്ങനെ ശരിക്കും പറഞ്ഞത്. അച്ഛാ പിന്നെ ആലപ്പുഴ ക്ലാപ്സ് 35 എത്രയാ വെച്ചാൽ 37 വർഷമായി ഓർക്കസ്ട്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറേ പേര് ഇന്റർവ്യൂസിനൊക്കെ വിളിക്കുമായിരുന്നു. നമ്മൾ അതാണെന്ന് ശരിക്കും ഇവരോട് ഒന്ന് പറഞ്ഞത്. അങ്കിൾ പൊതുവെ കുറച്ച് സൈലന്റ് ആണോ? ബാക്കി എല്ലാരും ഇത്രയും സംസാരിക്കുന്നോണ്ടായിരിക്കും അല്ലെ അങ്കിൾ ഒന്ന് റെസ്റ്റ് എടുത്ത് അവിടെ ഇരിക്കുന്നത്? അല്ല, നമ്മൾ വന്ന കാര്യം എന്താന്ന് പറയാ ഇവരോട്? അവർക്കൊരു പണി കൊടുക്കണ്ടേ? വളരെ സിമ്പിൾ ആയിട്ട് ഗോകുൽ പണി കൊടുക്കുക എന്ന് പറഞ്ഞ ആന്റിയുടെ പ്രൈം ഫോക്കസ് ആരാന്നറിയാം? അങ്കിൾ അല്ല പണി കൊടുക്കാൻ, ഗോകുലാണ് പണി കൊടുക്കാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ ഗോകുൽ എങ്ങനെയാ വീട്ടിൽ ആന്റി? ഗോകുലിനെ തന്നെ ഫോക്കസ് ചെയ്തതിന്റെ റീസൺ എന്താ?
അയ്യോ എന്ന് വെച്ചാൽ മോൾ അറിയണമല്ലോ ഇവന്റെ കുറച്ച് മടിയൊക്കെ മാറ്റിയെടുക്കും. ഇന്നലെ തന്നെ ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തു. ഫുഡൊക്കെ ആണെങ്കിൽ ചൂടിങ്ങനെ തിളച്ചെടുത്ത് കൊടുക്കണം, എല്ലാ സാധനങ്ങളും. അങ്ങനെ കുറച്ച് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല കുറച്ചൊക്കെ. പുറത്തൊക്കെ അല്ലേ സൗദിയിൽ, അവിടെ പോകുമ്പോ എന്തോ ചെയ്യും അപ്പൊ? അവിടെ പോകുമ്പോ അഡ്ജസ്റ്റ് ചെയ്യും. അമ്മയുടെ അടുത്ത് വരുമ്പോ നമ്മള് ഇവിടെ വരുമ്പോ ഇഷ്ടമുള്ള കഴിക്കണം. അതെ. അപ്പൊ ഇങ്ങനെ അതിനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇവന്റെ ഒരു പണി കൊടുക്കും. ഈ അടുത്തിടെ നിങ്ങളമ്മ വല്ല വഴക്കമുണ്ടായിരുന്നോ വീട്ടില്? എപ്പോഴാ വിലക്കെന്ന് വെച്ചാൽ എങ്ങനെ ഞാൻ നീറ്റാക്കി ഇടുമ്പോ അയാൾ വന്ന് വരിച്ചു വരി. ഓ, ഞാനിവിടെ വന്നപ്പോ പറഞ്ഞു ആന്റി ഇവിടെ ഭയങ്കര നീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പറയും മോളെ ഇത് അവൻ വരുമ്പോ പറയണേ, അവൻ എപ്പോഴും എന്നെ വഴക്ക് പറയും. അപ്പൊ മെയിൻ നിങ്ങൾ തമ്മിലുള്ള അടി ഇതൊക്കെയാണ് അല്ലേ? ഞാൻ നീറ്റാക്കി ഇടും, അവൻ വന്ന് ഷർട്ടൊക്കെ അങ്ങോട്ട് വലിച്ചു വരും. ഇങ്ങനെ ഇടുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ദേഷ്യപ്പെടുമല്ലോ. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. അപ്പൊ ഇന്നത്തെ പണി എന്താന്ന് പറയാം, എന്ത് പണിയാണ് ഗൂഗിളിൽ കൊടുക്കാൻ വേണ്ടി ആന്റി മനസ്സിൽ കണ്ടിരിക്കുന്നത്? നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴ് കുറ്റമൊക്കെ പറയത്തില്ലേ, അപ്പൊ അതിന്റെ കഷ്ടപ്പാടൊന്നും അറിയണ്ടേ? അറിയണം, ഉറപ്പായിട്ടും അറിയണല്ലേ. അപ്പൊ അതിനൊരു പണി കൊടുക്കാം. മോൾ ചിരിക്കാതെ പറ, എന്തോ വലിയ പണിയാന്ന് തോന്നുന്നു പറയാൻ കേട്ടാ. ചപ്പാത്തി ഉണ്ടായിരിക്കും. ചപ്പാത്തി ഉണ്ടാക്കി, അതായത് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഉണ്ടാക്കിലാണോ? അല്ലല്ലോ, മാവ് കുഴച്ച് പരത്തി അത് ചുട്ടെടുക്കണം. അത് എനിക്കും അറിയത്തില്ല, കുറച്ച് നാസ്കാന്ന് തോന്നുന്നു കേട്ടോ. സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യാം. ആ പണിയല്ലേ ഇവിടെ ഉണ്ടാക്കണം. എത്ര ചപ്പാത്തി വേണം ആന്റി? എല്ലാവർക്കും ഓരോന്ന്. പാവ കേട്ടാ, ഒരു 10 എണ്ണം ഉണ്ടാക്കാനൊന്നും പറഞ്ഞില്ല, മൊത്തത്തിൽ നമുക്ക് ഒരു 5 എണ്ണം മതി. അതിനകത്തൊരു ചെറിയൊരു എക്സെപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അങ്കിളിന് എന്ത് പണിയാ നമ്മള് കൊടുക്കുക? അങ്കിൾ ഹെൽപ്പ് ചെയ്യട്ടെ. അങ്കിൾ ഹെൽപ്പ് ചെയ്യട്ടെ. അങ്കിൾ കൂടുതലും എന്താ അങ്കിളിന്റെ ഒരു ഏരിയ കുക്ക് ചെയ്യുന്നേ? അയ്യോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഒന്നും ചെയ്യാറില്ല. അങ്കിൾ എന്താ അറിയാവുന്നേ കുക്ക് ചെയ്യാൻ? ചായ ഇടാൻ അറിയാവുന്ന അങ്കിൾ പറയുന്നു. ആണ് എങ്കിൽ അങ്കിളിനെ കൊണ്ട് ഒരു ചായ ഇടിപ്പിച്ചാലോ? ഇടാവല്ലേ? അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ കിച്ചണിൽ പോക്കോ, ഗൂഗിളിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യല്ലോ. ഗൂഗിളിന് ഒരു ഹെൽപ്പ് ഒന്നും അറിയത്തില്ലല്ലോ. ഗൂഗിളിന് ബേസിക് ആയിട്ട് അറിയോ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന്? അറിയാവോ? എന്താ രണ്ടുപേരും സൗദിയല്ലേ, ഓ, ചെറുതായി പോയോ ആന്റി കൊടുത്ത പണി? തന്നെ ഉണ്ടാക്കി. മാവ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയോ? ചെറുതായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ കിച്ചണിലോട്ട് ചെന്നു, അങ്കിളിനെ ഞാൻ ഹെൽപ്പിന് കൂട്ടിക്കോ. പ്ലസ് അങ്കിൾ ചായ ഇടണം. ഓക്കെ, അപ്പൊ 2 പേർക്കുള്ള പണി അലോട്ട് ചെയ്ത് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർ കൂടി ഇവിടുന്ന് റെസ്റ്റ് ചെയ്യാം. കുറച്ച് വിശേഷമൊക്കെ ഞാൻ അഖിലയോടൊന്ന് ചോദിച്ചറിയട്ടെ. ഓക്കെ, കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. സോ എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. ഇവരെ 2 പേരെയും കിച്ചണിലേക്ക് വിടുകയാണ്. ബാക്കി കിച്ചണിൽ നിങ്ങൾ പോയി നോക്കിക്കോ. പറഞ്ഞത് ചായ അല്ല, ഇത് ചപ്പാത്തി ഇത്ര മതിയോ? മതിയോ? കുറച്ച് മതി. എനിക്ക് മധുരം കൂട്ടി എടുത്തു കേട്ടോ. ചായ ഓക്കെ, ചായ ഓക്കെ. ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഞാനപ്പം ഉണ്ടാക്കി. അച്ഛാ അത് ഇപ്പഴേ കത്തിക്കണ്ട കേട്ടോ, ചപ്പാത്തി പരത്തി വരുന്നേ ഉള്ളൂ. ഇത് ചെറിയ ചപ്പാത്തി പോലെ ഞാൻ മതിയല്ല. ഇത്രയും ഭംഗി പോരാ നോക്കിയേ. ഞാൻ മതി. എണ്ണ ഒഴിച്ചായിരുന്നോ? എണ്ണ വേണ്ടെന്ന് തോന്നുന്നു. പിന്നെ എണ്ണയൊന്നും വേണ്ട. എണ്ണ കുറച്ചിട്ട് പരിപാടികൾ ഇവിടെ നടക്കുകയാണല്ലോ. ഒരു സൈഡിൽ ചപ്പാത്തി പരത്തുന്നു, ഇപ്പുറത്തെ സൈഡിൽ ചായ റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തി ചുടുന്നു. എത്ര എണ്ണമായി ഗോകുൽ? ഇപ്പം ഇത് രണ്ടാമത്തത് പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒന്നാമത്തെ അല്ലേ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചപ്പാത്തി ഇട്ടു, ഒന്നാമത്തെ ചപ്പാത്തി കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ പോട്ടെ എങ്കിൽ. അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഡൈനിങ് ടേബിളിലോട്ട് വന്നു. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, പരിപാടി നടക്കട്ടെ.
ചപ്പാത്തി. കൈയൊക്കെ ഫുൾ മാവായിട്ടിരിക്കുകയാണ്. ചായ വാ ഇരിക്കി. അല്ല ഗോകുലിനോട് ചോദിക്കട്ടെ, ഇത്ര ഒറിജിനാലിറ്റി വേണമായിരുന്നു? കൈ നോക്ക്, കൈ കഴുകാതിഞ്ഞു വന്നു. കാണ്ടേ കട്ടൻ ചായ ഉണ്ട് നമുക്ക്. 5 ചപ്പാത്തി എണ്ണി നോക്കട്ടെ ഞാൻ. 2 3 4. ഓ ലാസ്റ്റ് ഒരു ചെറിയ ചപ്പാത്തി, 5 ചപ്പാത്തി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. ഇപ്പൊ ഇവര് പറയാം അടിപൊളിയായിരിക്കും എന്നല്ലേ? ആഹാ എന്ന് പറയും. കുഴപ്പമില്ല. ആന്റി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടോ? എങ്ങനെ ഉണ്ടെങ്കില് പോരാ അല്ലേ? ഇനി ഇവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കഴിച്ചോക്കെ മോളെ. ഭയങ്കര കട്ടിയാ. ഇവിടുന്ന് റിവ്യൂ തുടങ്ങാം. എന്താ ഇപ്പൊ പറയാ, എനിക്ക് മറ്റേ ഫുഡ് ബ്ലോഗിലൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുന്നു. കുഴപ്പമില്ല. അല്ല കരിഞ്ഞു പോയി. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കരിഞ്ഞു പോയി. പിന്നെ മാവ് പക്ഷെ ഇത്രയും പരത്തിയതിൽ എനിക്ക് അത്ഭുതം തോന്നി. കാരണം പക്ഷെ ഷേപ്പ് ഇതാ അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നു. കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ പരത്തി കണ്ടപ്പോ ഞാൻ ഒരു പ്രാവശ്യം പോലും ചെയ്തിട്ടില്ലല്ലോ മോനെ, അവനെ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ ചെയ്തപ്പോ എനിക്കൊരു അത്ഭുതം തോന്നി. പിന്നെ എടുത്തത് കരിഞ്ഞ്, എന്നാലും ഒരു പെർഫെക്ഷൻ അങ്ങനെയൊന്നും ഇല്ല. അല്ല കട്ടൻ ചായ കുടിച്ചില്ല, നിങ്ങളൊന്ന് കുടിച്ചു നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. അച്ഛൻ തന്നെ സമ്മതിച്ചല്ലേ. എങ്ങനെയുണ്ട്? കയ്പ് വേണം, ഭയങ്കര കടുപ്പല്ലേ. അമ്മ നോക്ക്. എനിക്ക് കടുപ്പം ഇഷ്ടം. ഇനിയിപ്പൊ അങ്ങനെ അങ്ങ് പറയാം, അതായത് ഇവരുണ്ടാക്കിയതാണല്ലോ. അയ്യോ ഭയങ്കര കടുപ്പം. ആണോ? ഈ കടുപ്പാണ് ഇഷ്ടം? അല്ലേ, ഇത്രയും വേണം കടുപ്പം. അപ്പൊ ഇത് രണ്ടും മൊത്തത്തിൽ എങ്ങനെ ഉണ്ട്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കൊള്ളത്തില്ല. പിന്നെ ഇത്രയും ചെയ്തല്ലോ, അതെനിക്ക് അത്ഭുതം തോന്നി. അച്ഛയ്ക്കും കട്ടൻ ചായ ഇടാൻ അറിയില്ല. ഞാൻ പറയും ഒത്തിരി തേയില എങ്ങനെ ഇടരുതെന്ന് പറയും. തനിയൊക്കെ ഇട്ട് കുടിക്കണമെങ്കിലും ഇച്ചിരി മതി ഒരു ഗ്ലാസ്സിന് എന്നൊക്കെ പറഞ്ഞാലും കേൾക്കാറില്ല, ശ്രദ്ധിക്കത്തില്ല. അതാ ഇന്നിപ്പോ ആന്റി സഹായിക്കാനും ഇല്ലായിരുന്നല്ലോ, കൂടി പോയതായിരിക്കും. ചപ്പാത്തിയോ? ചപ്പാത്തി പോരാ. ഒരു 10 നമുക്ക് എത്ര മാർക്ക് കൊടുക്കണം ഗൈസ്? 5. 5. കട്ടൻ ചായക്കോ? അത് 5. അമ്മയുടെ ഇഷ്ടം പോലെ. സോ ഓൾ ടുഗദർ എങ്ങനെ ഉണ്ടായിരുന്നു? ആന്റി വിളിച്ചിട്ടാണല്ലോ ഞങ്ങൾ വന്നത്. പണി എങ്ങനെ ഉണ്ടായിരുന്നു? ആന്റി വിചാരിച്ച പോലെ സക്സസ് ആയോ? സക്സസ് ആയി. ആണോ? ഇപ്പൊ മനസ്സിലായി. ഇനി ക്ലീനിങ് കൂടെ ഉണ്ടല്ലോ. നമ്മൾ ഇത് മാത്രം ചെയ്യുമ്പോഴല്ലോ കിച്ചൺ ഡ്യൂട്ടി കഴിയുന്നത്. പാത്രം ക്ലീൻ ചെയ്ത് പ്രോപ്പർ പ്ലേസ് എല്ലാം കറക്റ്റ് ആയിട്ട് വെക്കുമ്പോഴല്ലേ ആകത്തുള്ളൂ അല്ലേ? ഇനി അതും കൂടെ ഒന്ന് ചെയ്യിപ്പിക്കണം. ആദ്യം പറയണായിരുന്നു. നമ്മള് ഇത്രയല്ലല്ലോ അല്ലേ കുക്കിംഗ് എന്ന് പറയുമ്പോഴേ. എങ്കിലും അതിന്റെ ബുദ്ധിമുട്ടുകൾ അവരറിയണം. ഓൾ ടുഗദർ ആന്റി ഹാപ്പിയാണോ? അതെ അതെ ഹാപ്പിയാണ്. അപ്പൊ ഇത്രയും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ നമ്മളിങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു സമ്മാനമുണ്ട്. അതായത് നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് എടുത്തങ്ങോട്ട് തരാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു ടാസ്കിലൂടെയാണ് ആ ഗിഫ്റ്റ് തരുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു, യൂഷ്വലി നമ്മളിങ്ങനെ ടാസ്കിനായിട്ട് പോയി കഴിയുമ്പോൾ നമ്മളെ വൈഫ് വിളിച്ചിട്ടാണ് നമ്മൾ ഹസ്ബൻഡിന് പണി കൊടുക്കാൻ പോകുന്നത്. സോ നമ്മൾ ആ ഗെയിം സെഷൻ, ഈ പറഞ്ഞ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റിന് വേണ്ടിയുള്ള ആ ഒരു ടാസ്ക് ഞാനും വൈഫുമായിട്ടായിരിക്കും എപ്പോഴും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫുൾ ഓണാണ്. അതായത് അഖിലയും ആന്റിയും ഒക്കെ ആയിട്ട്. അപ്പൊ ഞാനുമായിട്ട് ഗെയിം കളിക്കാനായിട്ട് ആരെ ചൂസ് ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇവർ രണ്ടുപേരും ആര് വേണം? അഖില മതിയോ? ഓക്കെ. അപ്പൊ ഇനി അടുത്തതായിട്ട് ഗെയിം സെഷൻ ആണ്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. അപ്പൊ അഖിലയും ഞാനും കൂടെ ഉള്ള ഗെയിമിൽ അഖില ജയിച്ചു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മളുടെ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഫുൾ നമ്മൾ തരാൻ പോകുന്നത്. ടെൻഷൻ ഉണ്ടോ അഖില? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗെയിം സെഷന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അഖില, ഈ ഗെയിം സെഷൻ ജയിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അഖിലേക്ക് തരുന്നത്. അപ്പോൾ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ഏത് ഗെയിമാണെന്ന് അറിയണ്ടേ? അതിന് നമ്മൾ 3 ഗെയിം കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് അഖില ഏത് ചൂസ് ചെയ്യുന്നോ ആ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. സോ കുറച്ച് എളുപ്പമായിട്ടുള്ളതൊക്കെ ചൂസ് ചെയ്യാം. 3-നകത്തുനിന്ന് ഏതാണെന്ന് വെച്ചാൽ എടുത്തോ. ഓക്കെ, നടുക്കുള്ളത് തന്നെ. ഇതാണ് അഖില ചൂസ് ചെയ്തിരിക്കുന്ന ഗെയിം. കപ്പും ബോളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിം. ഓക്കെ. അഖിലേക്ക് ടെൻഷനായി കണ്ടിട്ട്? ചിരിയൊക്കെ കുറഞ്ഞ പോലെ? ഇല്ലല്ലോ, കുഴപ്പമില്ല, നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും ബാക്കി 2 ഇവിടെ വെച്ചിട്ടില്ല. അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ.
ഇത് പിരമിഡിന്റെ ഗെയിമാണ്. യെസ്, ഇതൊരു കപ്പ് പിരമിഡ് ഗെയിമാണ്. ഇനി ഇതും കൂടെ നോക്കാം. ഇതും സെയിം കപ്പ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഇതും സെയിം കാർഡിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തതായിരിക്കും അല്ലേ എളുപ്പം. നമ്മൾ ചൂസ് ചെയ്തതായി എളുപ്പം, അങ്ങനെ വേണം നമ്മൾ വിശ്വസിക്കാൻ. സോ ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരട്ടെ, നമ്മൾക്ക് ഗെയിം തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇതിനകത്തൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഊതണം. ഇങ്ങനല്ല, കുറച്ചും കൂടെ ശക്തിയായിട്ട് ഊതണം. ഊതി ഇതിനകത്ത് വീഴണം. അപ്പൊ ഒരു പോയിന്റ്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ കളിക്കുന്ന സ്ഥിതിക്ക് ഏറ്റവും നമ്പർ ഓഫ് ബോൾസ് ആരാണ് ഇതിനകത്തേക്ക് ഇടുന്നത് അയാളാണ് ജയിക്കുന്നത്. അപ്പൊ നമുക്കതൊരു പോയിന്റ് ആയിട്ട് നോക്കാം. ഇപ്പൊ ഇതിനകത്ത് വീണ 1 പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ്, അങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനിയാണ് ടാസ്ക്. നമ്മൾ രണ്ടുപേരിൽ ആര് കളിക്കും ആദ്യം? ഇത്രയും നേരം ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരെ ഗെയിം ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ ആയി. അപ്പൊ ഞാൻ തന്നെ ആദ്യം നോക്കാം അല്ലേ? ഓക്കെ, എന്താ പറയാ, കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഞാൻ തന്നെ ആദ്യം പോവാമെങ്കിൽ. അപ്പൊ സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു ബസർ ഉണ്ട്. ബസർ ഓൺ ആവുമ്പോൾ ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് വട്ടായതാണോ അതിവിടെ എല്ലാവരും കൂടെ വട്ടായതാണോ എന്ന് പറയുന്ന പോലെ. അവസാനത്ത് വരട്ടെ. അയ്യോ ദൈവമേ, കാത്തോളെ. രണ്ട് ബോൾ ഞാൻ ഇട്ടു. എനിക്ക് 2 പോയിന്റ്. സോ ഇനി അഖിലയുടെ ടേൺ ആണ്. അഖില എത്ര ബോൾസ് ഇടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അഖില ടെൻഷൻ ഉണ്ടോ? അഖില വീഴത്തില്ല. അങ്ങനൊന്നും പറയട്ടെ, ഞാൻ വീഴത്തില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. 2 എണ്ണം മറ്റേ ചക്ക വീണ് മുയൽ ചത്തത് പോലെ 2 എണ്ണം എന്റെ വീണിട്ടുണ്ട്. അപ്പൊ ടെൻഷൻ ഒന്നുമില്ല, കളിച്ചു നോക്ക്. ഓക്കെ, ഇവിടെ നോക്ക്. പതുക്കെ ഇരുന്നിട്ട് ആ ലെങ്ത് നോക്കിയിട്ട് ചെയ്യാം. ഇനി വരണോ? അങ്ങനെ ഉണ്ട്. അയ്യോ, പോയി 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 ഇങ്ങോട്ട്. സോ നമ്മുടെ ഗെയിം സെഷൻ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അഖിലയ്ക്ക് 1 പോയിന്റും എനിക്ക് 2 പോയിന്റും ആണ്. ഞാനാണ് ജയിച്ചത്. അപ്പൊ നമ്മളുടെ സൂര്യ കോമഡി, കൺഗ്രാറ്റ്സ്, താങ്ക്സ് ഡാ. അപ്പോൾ നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അൺഫോർച്ചുനേറ്റ്ലി ഗെയിമിൽ ഫെയിൽ ആയത് കാരണം അത് അഖിലയ്ക്ക് തരാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളെ വെറും കൈയോടെ വിടില്ല. വേറെയും ഒരുപാട് കുറച്ചധികം സമ്മാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതെല്ലാം തന്നിട്ടേ ഞങ്ങൾ പോവുള്ളൂ. സോ ആ ഗിഫ്റ്റ് തരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഫുൾ ഫാമിലി ഇങ്ങോട്ട് വിളിച്ചാലോ? അച്ഛനും അമ്മയും ഗൂഗിളിനെയും ഒക്കെ വിളിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഗിഫ്റ്റ് സെഷൻ ആണ്. അതിനുവേണ്ടി നമ്മുടെ ഫുൾ ഫാമിലി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കണ്ടായിരുന്നോ ആന്റി ഞങ്ങളുടെ ഗെയിമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ആന്റിക്ക് കയറണമെന്ന് തോന്നിയായിരുന്നോ? ആന്റിയെ കൊണ്ട് പറ്റുമായിരുന്നോ? ഓക്കെ, അങ്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഗെയിം സെഷൻ ഒക്കെ കണ്ടോ? കണ്ടു. ഗോകുൽ എന്തൊക്കെയോ അവിടെ നിന്ന് കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു അഖില ഇവിടെ നിന്ന് ചെയ്തോണ്ടിരുന്ന സമയത്ത്. ഗോകുലിന് തോന്നിയോ ഗോകുലിനായിരുന്നെങ്കിൽ പറ്റിയായിരുന്നെന്ന്? ഭാഗ്യല്ലേ. അപ്പൊ നമ്മുടെ ഗെയിം സെഷനകത്ത് അഖില ഫെയിൽ ആയത് കാരണം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ ഗിഫ്റ്റ് ദ ഹോൾ ഫാമിലിക്ക് എനിക്ക് തരാൻ പറ്റത്തില്ല. പക്ഷെ ആന്റിയൊക്കെ ഇത്രയും ആക്റ്റീവായിട്ട് നിന്നിട്ട് നമ്മളിവിടെ വെറും കൈയോടെ ഇവിടുന്ന് പോകാൻ പറ്റുമോ? പറ്റില്ല. സോ അതാ കുറച്ചധികം ഗിഫ്റ്റ്സ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നിട്ടേ ഞാൻ പോത്തോളൂ. സോ ഞാൻ ഗിഫ്റ്റ് തന്നു തുടങ്ങട്ടെ. ഓക്കെ, മാമിയ വെൽനസ് ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ്. മാമിയ വെൽനസ് കമ്പനി, ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. ഇതാക്കില്ല വെച്ചു. താങ്ക് യു. കൈയടിക്കൂ ഗൈസ്. കൊഴിഞ്ഞെല്ലാം കഴിഞ്ഞ മട്ടാണോ? വഴിയുണ്ട്. പഴയതിലും കരുത്തോടെ വളരുവാനും അഴകും തിളക്കവുമേകുവാൻ മാളിയേക്കൽ ഹെയർ ഓയിൽ. ഇതാക്കാൻ വേണ്ട വെച്ചു. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെർബ്രോൺ. തൈരും ചോറും പിന്നെ എരിമാങ്ങയും
കൗസ്തുഭം ഫുഡ് പ്രോഡക്ട്സ് ഉരുളക്കേരിമാണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഇനി ഞങ്ങളുടെ ഹോൾ ഫൺ ഫാലിമി ടീമിന്റെ വക നല്ല അടിപൊളി വേറെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ഇതെല്ലാവരും കൂടെ മേടിച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിന്റെ വക സൂപ്പർ സർപ്രൈസിങ് എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയില്ല, പക്ഷെ അടുത്ത ഫാമിലിയിലെങ്കിലും കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലത്തെ കുറേ ഫൺ ടാസ്കുകളും ഗെയിം സെഷൻസും ഒക്കെ ആയിട്ട് കാണാം. ബൈ. എല്ലാവരും ഒരു ബൈ പറ.